നീറ്റ് പരീക്ഷ എന്നത് ലക്ഷക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വെറുമൊരു മത്സര പരീക്ഷ മാത്രമല്ല, മറിച്ച് ജീവിതത്തിലെ വഴിത്തിരിവാണ്. കർഷകരുടെയും ചെറുകിട തൊഴിലാളികളുടെയും മക്കൾ രാത്രി ഉറക്കമൊഴിച്ചും ത്യാഗങ്ങൾ സഹിച്ചും വർഷങ്ങളോളം തയ്യാറെടുക്കുന്നത് ഒരൊറ്റ ദിവസത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ 2026 മെയ് 3 നടന്ന പരീക്ഷയ്ക്ക് ശേഷം പുറത്തു വന്ന വാർത്തകൾ രാജ്യത്തെ ഒന്നാകെ ഞെട്ടിക്കുന്നതായിരുന്നു. ചോദ്യപേപ്പർ ചോർന്നുവെന്ന സത്യം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ അധ്വാനത്തെയും സ്വപ്നങ്ങളെയുമാണ് ഒരു രാത്രി കൊണ്ട് ഇല്ലാതാക്കിയത്. ഇത് ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ധാർമ്മിക അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്ന സംഭവമായി മാറി. പക്ഷേ ഇത്തവണ വിദ്യാർത്ഥികൾ നിശബ്ദരാകാൻ തയ്യാറല്ലായിരുന്നു. അനീതിക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെ അവർ ഉറപ്പിച്ചു. ഇതിന്റെ ഭാഗമായി ജൂൺ 21 പുനഃപരീക്ഷ നടന്നുവെങ്കിലും വിദ്യാർത്ഥികളുടെ രോഷം അടങ്ങിയില്ല. ജൂലൈ 20 ഡൽഹിയിലെ ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJPയുടെ നേതൃത്വത്തിൽ ഒത്തുകൂടിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി. ഈ പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഒരു ചോദ്യം ഉയർത്തി: ആരാണ് ഞങ്ങളുടെ ഭാവി ചോർത്തി വിൽക്കുന്നതെന്ന്. ഭരണകൂടം ആദ്യം ഈ പ്രതിഷേധത്തെ ഗൗരവമായി കണ്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവകാശങ്ങൾക്കായി പോരാടരുതേ കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു തലമുറയെ കണ്ടുശീലിച്ച അധികാരികൾക്ക് ഈ യുവാക്കളുടെ വീര്യവും ലക്ഷ്യവും മനസ്സിലാക്കാൻ സമയമെടുത്തു. സമരം ശക്തമായതോടെ പരിഭ്രാന്തരായ അധികൃതർ പോലീസിനെ ഉപയോഗിച്ച് പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചു. ഏതാനും അടികൾ കൊടുത്താൽ ചിതറിയോടുന്ന സാധാരണ സമരമായി ഇതിനെ തെറ്റിദ്ധരിച്ച ഭരണവർഗത്തിന്റെ കണക്കുകൂട്ടലുകൾ പൂർണ്ണമായും തെറ്റുകയായിരുന്നു. ജന്തർമന്ദറിലെ തെരുവുകളിൽ പോലീസ് കാണിച്ച ക്രൂരതകൾ വിദ്യാർത്ഥികൾ സോഷ്യൽ മീഡിയയിലൂടെ തത്സമയം ലോകത്തിന് മുന്നിലെത്തിച്ചു. 17ഉം 18ഉം വയസ്സുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തുന്ന അക്രമങ്ങൾ കണ്ട് രാഷ്ട്രീയാതീതമായി രാജ്യം മുഴുവൻ വിദ്യാർത്ഥികൾക്ക് പിന്നിൽ അണിനിരുന്നു. ഈ ജനരോഷത്തിന് മുന്നിൽ ഒടുവിൽ ഭരണകൂടത്തിന് തലകുനിക്കേണ്ടി വന്നു. ജൂലൈ 25 ചരിത്രപരമായ ആ പ്രഖ്യാപനമുണ്ടായി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്റെ രാജി പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചു. തെരുവിലിറങ്ങി പോരാടിയ വിദ്യാർത്ഥികളുടെ ആത്മവീര്യത്തിന് മുന്നിൽ ലഭിച്ച വലിയൊരു വിജയമായിരുന്നു ഇത്. സമരം സൃഷ്ടിച്ച നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാനും യുവാക്കളെ അനുനയിപ്പിക്കാനുമായി അർദ്ധരാത്രിയിൽ ഫ്രണ്ട് ക്യാമറ വീഡിയോയുമായി രംഗത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നീക്കം എന്നാൽ വലിയ പരിഹാസത്തിനാണ് വഴി തുറന്നത്. താൻ വിദ്യാർത്ഥികളുടെ സുഹൃത്താണെന്നും അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നുവെന്നും വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളെ ചെറുപ്പക്കാർ തള്ളിക്കളഞ്ഞു. രാജ്യത്തിന് വേണ്ടത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറല്ല, മറിച്ച് ഉത്തരവാദിത്തമുള്ള ഒരു പ്രധാനമന്ത്രിയാണെന്ന് CJP നേതൃത്വം തുറന്നടിച്ചു. ഭരണകൂടത്തിന്റെ താൽക്കാലിക ആശ്വാസ നടപടികളെയും പൊള്ളയായ വാഗ്ദാനങ്ങളെയും തിരിച്ചറിയാൻ തങ്ങൾക്ക് കഴിയുമെന്നും അവർ വ്യക്തമാക്കി. ഈ സമരം താൽക്കാലികമായി അവസാനിച്ചുവെങ്കിലും എന്നാൽ ഇപ്പോൾ തങ്ങളുടെ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CJP അടുത്തഘട്ട മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. രാജ്യത്തെ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് പാർട്ടിയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് 5, 6 തീയതികളിൽ മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിൽ വെച്ച് 2 ദിവസത്തെ നിർണായക യോഗം ചേരുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ, വക്താക്കൾ, പ്രധാന സംഘടനാ നേതാക്കൾ എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ യോഗത്തിൽ ജന്തർ മന്ദർ പ്രതിഷേധത്തിൽ സജീവമായി പങ്കെടുത്ത 50ഓളം പ്രധാന വോളണ്ടിയർമാരും പങ്കെടുക്കും. രാജ്യവ്യാപകമായി പര്യടനം നടത്തി യുവാക്കളുടെ അഭിപ്രായങ്ങളും ആവശ്യങ്ങളും നേരിട്ടറിയാനും അവരുടെ പ്രതീക്ഷകൾക്ക് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ രൂപകൽപ്പന ചെയ്യാനുമാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. CJP ചീഫ് വക്താവ് സൗരവ് ദാസ് വ്യക്തമാക്കിയതുപോലെ യുവാക്കളുടെ ശബ്ദത്തിന് അർത്ഥവത്തായ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള വഴികളാണ് അവർ തിരയുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് ഇപ്പോഴും പ്രായം കൂടുതലാണെന്നും മാറ്റത്തിന്റെ കാറ്റ് തിരിച്ചറിയാൻ കേന്ദ്ര ഭരണകൂടത്തിന് കഴിയുന്നില്ലെന്നും ഈ പ്രക്ഷോഭം തെളിയിച്ചു കഴിഞ്ഞു. അധികാരത്തിന്റെ ബലപ്രയോഗങ്ങൾക്കും തന്ത്രങ്ങൾക്കും ഇനി തങ്ങളുടെ ഭാവിയെ വിലപേശാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പൊറുതി നേടിയ വിജയം കേവലം ഒരു തുടക്കം മാത്രമാണെന്നും ഇനി അങ്ങോട്ട് യുവാക്കളുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ഏത് വൻ ശക്തിക്കും തലകുനിക്കേണ്ടി വരുമെന്നും CJPയുടെ പടയോട്ടം വരും നാളുകളിൽ വീണ്ടും തെളിയിക്കും.